ഒരു നാട്ടിൽ ദരിദ്രനായ ഒരാളും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു. അയാളുടെ ഭാര്യയ്ക്ക് നല്ല നീളമുള്ള മനോഹരമായി മുടിയുണ്ടായിരുന്നു. ഒരു ദിവസം അയാളുടെ ഭാര്യ തനിക്കൊരു മുടി ചീകാൻ ഒരു ചീപ്പ് വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചു. ഇതുവരെയും അവൾ തന്നോടൊരാഗ്രഹവും പറഞ്ഞിട്ടില്ല. ആദ്യമായി ചോദിച്ചൊരു കാര്യമാണ്. എന്നാൽ അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് നിവൃത്തിയുമില്ല. തൻ്റെ ഗതികേടോർത്ത് അയാൾ ഇങ്ങനെ സങ്കടപ്പെട്ടു, നെടുവീർപ്പെട്ടു. ഭർത്താവിൻ്റെ മുഖത്തു നിന്ന് തന്നെ ഭാര്യയ്ക്ക് കാര്യം മനസ്സിലായി. പാവം, അയാളെ കൊണ്ടത് സാധിക്കില്ല, അതുകൊണ്ട് ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് ആത്മഗതം. അപ്പോഴാണ് ഭർത്താവിൻ്റെ വാച്ച് അവളുടെ കണ്ണിൽപ്പെട്ടത്. ആ വാച്ചിൻ്റെ സ്ട്രാഫുകൾ ദ്രവിച്ചിരിക്കുന്നു. ഒരു നൂൽ പോലെയുള്ളൂ, എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാം, അത്രയ്ക്ക് മോശമായിരിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. തൻ്റെ ഭർത്താവ് ഇത്രയും കഷ്ടപ്പെടുന്നു, എന്നിട്ടും അദ്ദേഹം ഒരു ആഗ്രഹം പോലും പറയുന്നില്ല, ഒരു പരാതിയുമില്ല. തങ്ങളുടെ ഈ അവസ്ഥയെ ഓർത്തിട്ട് കണ്ണുനീരൊഴുക്കി. പിറ്റേന്ന് രാവിലെ ഭർത്താവ് ചന്തയിലേക്ക് പോയി. അയാളുടെ വാച്ച് വിറ്റ് അയാൾ ഭാര്യയ്ക്ക് നല്ലൊരു ചീപ്പ് വാങ്ങി. വളരെ സന്തോഷത്തോടെ അയാൾ ഭാര്യയെ കാണാൻ വീട്ടിലെത്തി. പക്ഷേ ഭാര്യയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. മുട്ടറ്റം വരെ മുടിയുണ്ടായിരുന്ന അവൾ ഇപ്പോൾ ഒരു ഷോർട്ട് ഹെയറാണുള്ളത്. അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അയാളുടെ കയ്യിൽ പുതിയൊരു വാച്ച് കെട്ടിക്കൊടുത്തു. അപ്പോഴാണ് അയാൾ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായത്. അവൾ തൻ്റെ മുടി മുറിച്ച് നൽകി തനിക്കൊരു വാച്ച് വാങ്ങിയിരിക്കുന്നു. അവൾക്ക് വേണ്ടി വാങ്ങിയ ചീപ്പ് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവൾ അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. പരസ്പരം നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന ഈ ദമ്പതികളുടെ ഈ കഥ നമുക്കൊരു പാഠം പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരാളെ സ്നേഹിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരാൾ നമ്മളെ സ്നേഹിക്കുക എന്നതും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ അതേ അളവിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ നമ്മളെ സ്നേഹിക്കുന്നു എന്നത് അവർണ്ണനീയമായ കാര്യമാണ്. കാരണം അതിനേക്കാൾ ഉപരി ഈ ലോകത്ത് നമുക്കൊന്നും നേടിത്തരാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയോട് എപ്പോഴും ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്നേഹവും കെയറിങ്ങും കൺസിസ്റ്റൻ്റായി തന്നെ അവർക്ക് കൊടുക്കണം, നൽകണം. നിങ്ങൾ എനിക്കായി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് നിനക്കായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു റിലേഷൻഷിപ്പ് വിജയിക്കുന്നത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലെ രണ്ടുപേരും കൺസിസ്റ്റൻ്റായി പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കെയർ ചെയ്യുകയും തുടങ്ങിയാൽ ആ റിലേഷൻഷിപ്പ് മനോഹരമല്ല, അതിമനോഹരമാണ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.